ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വനം സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അലോക് ശരിക്കും പറഞ്ഞ ഒരു നന്മയുടെ ഭാഗത്തോടെ ചിന്തിക്കുക കേട്ടോ. അങ്ങനെ അലോക് അനുവിനെ വന്ന് കാണുന്നുണ്ട്. അനുവിനോട് എല്ലാ കാര്യങ്ങൾക്കും ചെയ്തു കൂട്ടിയ എല്ലാ അപരാധങ്ങൾക്കും മാപ്പ് ചോദിക്കുകയാണ് അലോക്. ഇത് കാണുന്ന അനു പറയുന്നുണ്ട്, ഞാൻ നിന്നെ വിശ്വസിക്കത്തുമില്ല, നിന്നെ പ്രണയിച്ചിരുന്നു, അത് ഞാൻ ചെയ്ത് തെറ്റ്. പക്ഷെ ഇപ്പൊ എന്റെ മനസ്സിൽ നീ ഇല്ല. പിന്നെ നിന്നോട് ഞാൻ അന്ന് കാണിച്ച ഔദാര്യത്തിന് പുറത്താണ് നീ ഇപ്പൊ വന്നേന്നുണ്ടെങ്കിൽ അന്ന് മുത്തശ്ശിയുടെ മുഖം ആലോചിച്ചിട്ട് മാത്രമാണ് കോടതിയിൽ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് എന്നുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയാണ് അനു. പക്ഷെ അലോക് വിടുന്ന കേസില്ല. അലോക് വീണ്ടും വീണ്ടും അനുവിനോട് ഓരോന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് ആര്യൻ അവിടേക്ക് വരുന്നുണ്ട്. ആര്യനും അലോകും തമ്മിൽ തെറ്റുന്നുണ്ട്. അനുവിനെയും കൂട്ടിക്കൊണ്ട് പിന്നീട് ആര്യനെയാണ് കോളേജിൽ കൊണ്ടേ ആക്കണത്. അലോകിനത് വല്ലാതെ വിഷമാവുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഗോമതിനെ ആയിരുന്നു. ഗോമതി ദേവിന് ഇഷ്ടമില്ല, വെറുപ്പാണ്, അവൾ ഭയങ്കര ചതി ചെയ്തു എന്നൊക്കെ പറയുമ്പോഴും ഗോമതിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ ദേവിയെടുത്തുള്ള സ്നേഹവും പരിഗണനയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ ഭാഗങ്ങളായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി കാണിക്കാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദേവി അങ്ങനെ വളരെ വിഷമത്തിൽ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. ശ്രീകലയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അവസാനം ഞാൻ തീരുമാനിച്ചു എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചു എന്ന് പറയാണ്. ഇത് കേൾക്കുന്ന ഉദയഭാനു ചോദിക്കണ്ടേ, എന്താ ശ്രീകല, എന്താ നീ പിച്ചും പെയ്യും ഒക്കെ പറയുന്നത്? ഞാൻ പിച്ചും പെയ്യും പറയൊന്നുമല്ല, എന്റെ മോൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കായിരുന്നു ഞാൻ കഴിഞ്ഞ 2 ദിവസമായിട്ട്. ഇപ്പൊ എനിക്ക് അവസാനം അതിനുള്ള തീരുമാനം കിട്ടി. നീ എന്താ ചെയ്യാൻ പോണത്? എന്ത് ചെയ്താലും നമ്മുടെ മോളെ ഇനി ദേവമംഗലത്ത് കയറ്റിയില്ല ശ്രീകലെ, അത് നിങ്ങളങ്ങ് പറഞ്ഞാൽ മതിയോ? എനിക്കറിയാം ഞാൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ വരയ്ക്കാൻ പോകുന്ന വരയില് ദേവമംഗലംകാരെല്ലാവരും മുട്ടുകുത്തി നിൽക്കാൻ പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ ഇനി കാണാൻ പോണത്. നീ എന്താ ചെയ്യാൻ പോണെന്ന് ഒന്ന് പറഞ്ഞിട്ട് പോ ശ്രീകലെ. പറയല്ല, ഞാൻ ചെയ്യാനാണ് പോണത്. നിങ്ങൾ നോക്കിക്കോ, ഇപ്പത്തെ കാലത്ത് ഏറ്റവും ട്രെൻഡിങ് എന്താന്ന് നിങ്ങൾക്ക് അറിയാവോ? ഇപ്പത്തെ കാലത്ത് എന്താ ഏറ്റവും ട്രെൻഡിങ്? ഫുഡാണ്. ഫുഡിനെ കുറിച്ച് മാത്രമേ വിചാരമുള്ളൂ. അതല്ല മനുഷ്യ, നമ്മൾ ഈ പോലീസ് സ്റ്റേഷനിലൊക്കെ കൊണ്ടുപോയി കംപ്ലൈന്റ് കൊടുക്കണേക്കാളും ഒക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വാച്ച് ചെയ്യേണ്ടത് എന്താണെന്നറിയാവോ? ഇപ്പോ ന്യൂസുകള്, അതായത് റീൽസുകള്. അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണിക്കുമ്പോൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം ബാലിനൊരു ലൈവ് ഇട്ടില്ലേ അനുമോളെ വെച്ചോണ്ട്, അതെന്തൊരു റീച്ച് ആയിരുന്നു. അതിനെ പുറത്തല്ലേ അനുമോളിലെ തെറ്റിദ്ധാരണയൊക്കെ എല്ലാവർക്കും മാറിയത്. അതുപോലെ നമ്മൾ നമ്മുടെ മോളെ വെച്ചോണ്ട് ഒരു റീൽ ഇടാൻ പോകുന്നു. എന്റെ ശ്രീകലേ, നാമിച്ചു. അടിപൊളി ബുദ്ധി തന്നെ നിന്റെ. അതിന് നമുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്തെങ്കിലും വേണ്ടേ? അതിനല്ലേ മനുഷ്യൻ നമ്മുടെ കയ്യിൽ കുത്തുന്ന മൊബൈലുള്ളത്, ടച്ച് മൊബൈല്. അത് ശരിയാ. പക്ഷെ ഇത് നമുക്ക് ആരുടെ സഹായം വേണ്ടേ? അത് അപ്പുറത്തെ വീട്ടിലെ ഏതെങ്കിലും പിള്ളേരോട് ചോദിക്കാം. അല്ലാതെ നമ്മളുടെ മോൾ ഇതിനെ സഹായിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് ഞാൻ ഇതെങ്ങനെയാ ചെയ്യേണ്ടതെന്നൊക്കെ അപ്പുറത്തെ പിള്ളേരോട് പഠിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. മൊബൈൽ എടുക്കുക, അവരെനിക്ക് അക്കൗണ്ടൊക്കെ ഉണ്ടാക്കി തന്നു. ശ്രീകല ഉദയഭാനു എന്നാണ് അക്കൗണ്ടിന്റെ പേര്. കൊള്ളാം, ശ്രീകല ഉദയഭാനു. നീ എന്താ ചെയ്യാൻ പോണത്? ഞാൻ അങ്ങോട്ട് കരഞ്ഞു മെഴുകും. ഞാൻ പറയും, എൻ്റെ മോളെ കഷ്ടപ്പെട്ട് ഞങ്ങൾ അധ്വാനിച്ച് പണിയെടുത്ത് പൈസ ഉണ്ടാക്കി എൻ്റെ മോളെ പഠിപ്പിച്ചു. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ പൈസ കുറവായിട്ടുള്ളൂ, 10ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ. അവളെ കല്യാണം കഴിപ്പിച്ചു വിട്ടു. പക്ഷെ ഇപ്പൊ അവളുടെ ഭർത്താവിന് അവളെ വേണ്ട. ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടേ പിന്നെ അവളെ വേണ്ട. അവളെ ഇല്ലാത്ത കാരണങ്ങളൊക്കെ പറഞ്ഞ് പുറത്താക്കാണ്. ഇപ്പൊ അവർക്ക് വിദ്യാഭ്യാസം പോരാ, പണം പോരാ, സ്വർണം പോരാ, കാറില്ല, ബൈക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ മോളെ അങ്ങനെ പീഡിപ്പിക്കുകയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തുറന്നു പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു ലൈവ് അങ്ങ് പോവാ. അതിന് നമ്മുടെ മകളും കൂടി സഹകരിക്കണ്ടേ ശ്രീകലേ? അനുവിന് ബാലരംഗത്തിൽ ലൈവ് ഇട്ടപ്പോ അനുമോള് സഹകരിച്ചായിരുന്നു. അവർ രണ്ടുപേരും കൂടി ലൈവില് സംസാരിച്ചത് കൊണ്ടിട്ടായിരുന്നു ആ ലൈവ് അത്ര ഹിറ്റായത്. നമ്മുടെ മോളെ അതിനെ പിടിച്ചു നിർത്തേണ്ടതൊക്കെ എനിക്കറിയാം മനുഷ്യ. നിങ്ങൾ നോക്കിക്കോ, ഈ ലൈവ് അങ്ങോട്ട് കയറി വയറ്റിലാകും. വയറ്റിലാവോന്ന്? ആരുടെ വയറ്റിലാവുന്ന കാര്യമാണ് നീ പറയണത്? അല്ലല്ല, വൈറലാവോന്ന്. അങ്ങനെയാ, വൈറലാവോന്ന്. അങ്ങനെ വൈറലായിട്ട് ഇത് വലിയൊരു ചർച്ചാ വിഷയമാവും. ചാനലുകാരും മീഡിയക്കാരും പത്രക്കാരും TV-ക്കാരൊക്കെ ഇവിടെ കയറി വരും. അങ്ങനെ നമ്മളുടെ മോളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് നമ്മുടെ മോള് വീണ്ടും ദൈവമംഗത്തേക്ക് കയറും. ഇതൊക്കെ നടന്നാൽ കൊള്ളാം ശ്രീകലെ, ഇതൊക്കെ നടക്കും മനുഷ്യ. അല്ലെങ്കിൽ ഈ ശ്രീകല നടത്തിയിരിക്കും എന്ന് പറയണം. അങ്ങനെ ശ്രീകല ഒരു ലൈവ് അങ്ങോട്ട് പോവാണ്. കഴിഞ്ഞ പ്രാവശ്യം ബാലൻ ചെയ്ത പോലെ തന്നെ ശ്രീകല അങ്ങോട്ട് ചെയ്യാണ്. ലൈവില് കരഞ്ഞു മെഴുകാണ് ശ്രീകല. അയ്യോ, എൻ്റെ മോളെ ആവശ്യം കഴിഞ്ഞപ്പോ ഭർത്താവിന്റെ വീട്ടുകാർ ഉപേക്ഷിച്ചു. എൻ്റെ മോളല്ലേ, അവള് വല്ല കടുങ്കയും ചെയ്താലോ എന്ന് പേടിച്ച് ഞങ്ങളുടെ മോളെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു.
പക്ഷെ ഇവിടെ വന്നിട്ടും എൻ്റെ മോൾക്ക് വിഷമം, മാത്രം വിഷമം, കരച്ചിലോട് കരച്ചിൽ. ഞാൻ എൻ്റെ മോളുടെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങളെ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ദേവി ഇരുന്ന് കരയണതൊക്കെ കണ്ണ് ലൈവായിട്ട് കാണിച്ചു കൊടുക്കുക കേട്ടോ. കണ്ടില്ല എൻ്റെ മോളുടെ അവസ്ഥ? ഇത് നിങ്ങളെല്ലാവരും വേണ്ടപ്പെട്ടവരുടെ കയ്യിൽ ഷെയർ ചെയ്ത് വേണ്ടപ്പെട്ടവരുടെ അടുക്കത്ത് എത്ര വരെ ഷെയർ ചെയ്യണം. എൻ്റെ മോളുടെ വിഷമം നിങ്ങൾ മാറ്റി കൊടുക്കണം. അവര് ആ ദേവമംഗലംകാര് എൻ്റെ മോളെയും അതുപോലെ തന്നെ ആനന്ദിനെയും തമ്മിൽ വിവാഹമോചനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാണ്. എന്തിനു വേണ്ടി? ആനന്ദിനെ വേണ്ടി വേറെ കെട്ടിക്കാനായിട്ട്, എൻ്റെ മോളെ ഉപേക്ഷിക്കാനായിട്ട്. എൻ്റെ മോളൊരു പഞ്ചപാവാണ്, ആനന്ദില്ലാതെ അവൾക്ക് ജീവിക്കാൻ പറ്റില്ലെന്നൊക്കെയാണ് അവൾ പറഞ്ഞത്. നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം എന്നൊക്കെ ശ്രീകല പറയാണ്. അങ്ങനെ ആ വീഡിയോ വൈറലാവാണ്. ആ വീഡിയോ ഇതിനെക്കുറിച്ച് സംസാരവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് നമ്മുടെ ആര്യനും ആകാശും മീനാക്ഷിയും ഇത്രയൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ഗോമതി പറഞ്ഞു, ഓ അവര് പിന്നെ മനുഷ്യന് നാണം കെടുത്താനായിട്ടാണല്ലോ ഒരുങ്ങിയിരിക്കുന്നത് എന്നിങ്ങനെ പറയാണ്. ശേഷം ഇതിനെ ചൊല്ലി ആനന്ദിന്റെ അടുത്ത് പോലീസ് കാര്യങ്ങളൊക്കെ കേസും കാര്യങ്ങളൊക്കെ ആവേണ്ട ആനന്ദിന്റെ അടുത്ത് പോലീസുകാർ അന്വേഷിച്ചു വരുന്നുണ്ട്. ആനന്ദ് പണ്ട് ഇവർ കള്ളം പറഞ്ഞിട്ടാണ് വിവാഹം നടത്തിയത്. പറയുമ്പോൾ എന്തൊക്കെ കള്ളം അവര് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഇവൾക്ക് പഠിപ്പുണ്ടെന്ന് പറഞ്ഞു, വലിയ പണക്കാരാണെന്ന് പറഞ്ഞു. ഓഹോ, പഠിപ്പില്ലാത്തതും പണക്കാരില്ലാത്തതാണ് ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം? അല്ല, അവളുടെ അച്ഛൻ ഞങ്ങളുടെ കടയിൽ നിന്ന് പൈസ മോഷ്ടിച്ചു. അച്ഛനല്ലേ മോഷ്ടിച്ചുള്ളൂ, മോള് മോഷ്ടിച്ചില്ലല്ലോ. ദേവി നിങ്ങൾക്ക് എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ? അവൾ IT കമ്പനിയിൽ ജോലിക്ക് പോവാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോയത് ഹോട്ടൽ ജോലിക്കാ. എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള മാന്യതയല്ലേ മിസ്റ്റർ എന്ന് പോലീസുകാർ ആനന്ദിനോട് ചോദിക്കുമ്പോൾ അവർക്ക് പറയാൻ വേണ്ടത്ര മറുപടികളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പോലീസും കോടതിയും എങ്ങനെയൊക്കെ വന്നു, ഇപ്പൊ കോടതി പോയി കേസ് പോയാൽ പോലും നമ്മുടെ ദേവിയും ആനന്ദം ഒന്നിക്കാൻ വേണ്ടി കുറച്ചൊരു ദിവസം ഒന്നിച്ച് നിൽക്കാൻ വേണ്ടി കോടതിയും ഒരു അവസരമൊക്കെ കൊടുക്കൂലേ, അതുപോലെ തന്നെ ഒരു അവസരം കൊടുക്കാണ്. ദേവിയും ആനന്ദും കുറച്ചു നാളോട് ഒരുമിച്ച് ദേവമംഗലത്ത് നിൽക്കട്ടെ, എന്നിട്ട് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വരുവാണെങ്കിൽ രണ്ടുപേരും പരസ്പരം പിരിഞ്ഞ് അവരുടെ ജീവിതം നോക്കി അങ്ങോട്ട് പോട്ടെ. പക്ഷേ ഒരു 3 മാസം ആദ്യം ഒരുമിച്ച് നിൽക്കട്ടെ. ആ 3 മാസത്തിൽ അവരുടെ തെറ്റിദ്ധാരണയും അവരുടെ പിണക്കങ്ങളും പരിഭവങ്ങളൊക്കെ പറഞ്ഞ് അവർ ഒന്നിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നിക്കട്ടെ എന്ന് തീരുമാനിക്കുകയാണ് നമ്മുടെ കോടതി, പോലീസും അവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ. അങ്ങനെ ആ ഒരു വീഡിയോ വെച്ചിട്ട് നമ്മുടെ ദേവി വീണ്ടും ദേവമംഗലത്തിലേക്ക് കയറാണ്. അപ്പൊ ദേവമംഗലത്ത് കയറുന്ന ദേവിനെ ആർക്കും ഇഷ്ടമൊന്നുമില്ല കേട്ടോ, ആരും സംസാരിക്കുന്നില്ല, പഴയ പോലത്തെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ പതുക്കെ ദേവിക്ക് എല്ലാവരുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറാനുള്ള ഒരു കഴിവുള്ളത് കൊണ്ട് തന്നെ ദേവി എല്ലാവരുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറുകയും ചെയ്യും. അപ്പൊ അങ്ങനത്തെ കുറെ ഭാഗങ്ങളാണ് നമ്മൾ ഇനി കാണാൻ വേണ്ടി പോണത് കേട്ടോ. അത് മാത്രല്ല, അതിന്റെ കൂടെ നമ്മുടെ ധർമ്മന്റെ ശക്തമായിട്ടുള്ള പിന്തുണയും ദേവിക്കുണ്ട്. ദേവി അവിടെ ദേവമംഗലത്ത് വന്നിട്ട് പഴയ പോലെ തന്നെ ആനന്ദിന്റെ കൂടെ സുഖമായിട്ട് ജീവിക്കാനായിട്ട് നമ്മുടെ ധർമ്മന്റെ എല്ലാ സഹായവും ദേവിക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ധർമ്മനും നമ്മുടെ ദേവമംഗലത്തേക്ക് വരാൻ പോകുന്ന ഭാഗമാണ് നമ്മൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.